കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഏറെ രാഷ്ട്രീയ കളികൾക്ക് വേദിയൊരുക്കിയ ഭരണസമിതിയാണ് കാലാവധി തികയ്ക്കുന്നത്. അവിശ്വാസ പ്രമേയങ്ങൾ, കൂറുമാറ്റം, അയോഗ്യത എന്നിങ്ങനെ സംഭവബഹുലമായിരുന്നു ഈ 5 വർഷം. 18 അംഗങ്ങളുമായി ആരംഭിച്ച ഭരണസമിതി 15 അംഗങ്ങളുമായാണ് പടിയിറങ്ങുന്നത്. കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സംഭവബഹുലമായിരുന്നു. 18 അംഗ ഭരണസമിതിയിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാത്തതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. UDF-ന് 9ഉം LDF-ന് 8ഉമായിരുന്നു അംഗങ്ങൾ, ഒരു സ്വതന്ത്ര അംഗവും. ചർച്ചകൾക്കൊടുവിൽ സ്വതന്ത്ര അംഗമായ ജിംസിയ ബിജുവിന്റെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചു. സൈജൻ ചാക്കോ പ്രസിഡന്റും ജിംസിയ ബിജു വൈസ് പ്രസിഡന്റുമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഒരു ചെയർമാൻ സ്ഥാനം LDF-ന് സംഭാവന ചെയ്ത് UDF വരാനിരിക്കുന്ന ചക്കളത്തി പോരാട്ടത്തിന്റെ സൂചനയും നൽകി. 2.5 വർഷമായപ്പോഴേക്കും കോൺഗ്രസിലെ ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. പാർട്ടിയിലെ ധാരണപ്രകാരം സൈജൻ ചാക്കോ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസിലെ 4 അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അല്പം വൈകി സൈജൻ രാജിവെച്ചപ്പോഴേക്കും 4 അംഗങ്ങളുടെ കലാപം മൂർധന്യത്തിലെത്തി. LDF-മായി ചേർന്ന് ഭരണം നേടാൻ 4 വിമതരും തീരുമാനിച്ചു. അഡ്വക്കേറ്റ് MK വിജയൻ കോൺഗ്രസിനൊപ്പം ചേർന്നു പോകാൻ തയ്യാറായെങ്കിലും 3 പേരും ഒത്തുതീർപ്പിന് വഴങ്ങിയില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി സിബി മാത്യു LDF പിന്തുണയോടെ പ്രസിഡന്റായി. ഇതേ കൂട്ടുകെട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജിംസിയ ബിജുവിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ നീക്കം ചെയ്തു. പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ ആധിപത്യവും ഇതേ സഖ്യം ഉറപ്പാക്കി. ഭരണത്തിൽ നിന്ന് UDF സമ്പൂർണ്ണമായി പുറത്താവുകയും ചെയ്തു. കൂറുമാറിയവർക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് വിജയിച്ചു. 3 വിമതരെയും അയോഗ്യരാക്കി. ഭരണസമിതിയിലെ അംഗസംഖ്യ 15ആയി ചുരുങ്ങി. LDF-ന് 8ഉം UDF-ന് 7ഉം. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ലെ ഷിബു പടപ്പറമ്പത്ത് പ്രസിഡന്റായും CPI-ലെ ടീന ടിനു വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ പഞ്ചായത്ത് ഭരണം സ്വന്തമാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. സ്വന്തം കയ്യിലിരിപ്പ് മൂലം ഭരണത്തിൽ നിന്നും പുറത്തായ കോൺഗ്രസ് മടങ്ങിവരവിനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ പടലപ്പിണക്കവും ഗ്രൂപ്പ് പോരും ഉപേക്ഷിക്കാനും അവർ തയ്യാറല്ല. 19 അംഗ ഭരണസമിതിയിൽ ഭൂരിപക്ഷം നേടി ഭരണം നേടുക എന്നത് എളുപ്പമല്ലെന്ന് 2 മുന്നണികൾക്കും തിരിച്ചറിവുണ്ട്. BJP-യുടെ കടന്നുകയറ്റവും വെല്ലുവിളിയാണ്. പല വാർഡുകളിലും BJP പിടിക്കുന്ന വോട്ട് ജയപരാജയങ്ങളെ സ്വാധീനിക്കും. പ്രചരണ വിഷയങ്ങൾക്ക് ഇവിടെ ഒരു പഞ്ഞവും ഉണ്ടാകില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. ആരോപണങ്ങളും വിവാദങ്ങളും വെല്ലുവിളികളും പൊട്ടിത്തെറിയുമെല്ലാം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.